പൂജയിൽ നിന്നും തുളസിയെ ഒഴിവാക്കാൻ ദൈവം കൊണ്ടുതന്നൊരു അവസരമായത്. പൂജാ സമയത്ത് അവൾ ഇവിടെ ഉണ്ടാവാതിരിക്കണമെന്നായിരിക്കും ദൈവത്തിന്റെ തീരുമാനം. നന്നായി. തുളസിയെ സംബന്ധിച്ച് ദൈവം അവളുടെ കൂടെയാ. നമ്മൾ നടത്തുന്ന ചതി അത് കാണാനും സങ്കടപ്പെടാനും ദൈവം അവൾക്ക് അവസരം കൊടുക്കില്ല എന്ന് വേണം കരുതാൻ. നമ്മൾ നടത്തുന്ന ചതിയോ? പ്രസാദൻ എന്തായി പറയുന്നത്? തുളസിക്ക് പകരം ആതിരയുടെ പേരിൽ സ്വയംവര പൂജ. അത് ചതിയിലൂടെ അല്ലാതെ നടത്താൻ പറ്റില്ലല്ലോ. എല്ലാം പ്രിയയ്ക്ക് വേണ്ടിയല്ലേ? എടോ, നമുക്കല്ലേ അത് അറിയൂ. ഇതായിരിക്കും ഫലം. ജ്വലിച്ചു കത്തുന്ന ദീപനാളത്തിൽ ഒരു കുമ്പിൽ ജലം വീണാലുള്ള അവസ്ഥ. അതണഞ്ഞു പോവും പ്രസാദ്. ഒരു പ്രതിവിധിയില്ലെന്ന് തിരുമേനി ഒരിക്കൽ പറഞ്ഞതാണ്. എന്നിട്ടും ഞാൻ വീണ്ടും ഒന്ന് യാചിക്കുക. എന്റെ ആദ്യമോന് തുളസിമല അത്രയ്ക്ക് ഇഷ്ടമാണ്. അവരെ ഒന്നിപ്പിക്കാൻ മറ്റൊരു വഴിയില്ലേ തിരുമേനി? പഴകിയ തരുവല്ലി മാറ്റിടാം, പുഴയൊഴുകും വഴി വേറെയാക്കിടാം. അതായിരിക്കും വിധിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ എളുപ്പം. അപ്പോ മറ്റൊരു മാർഗമില്ലെന്നാണ്? ആദിത്യനോടും തുളസിയോടും പ്രസാദിനോടുള്ള ഇഷ്ടവും താല്പര്യവും എനിക്ക് മനസ്സിലാവും. ഭാവിയിൽ അവർ ഒന്നിക്കുന്നതും ഒരു കുടുംബജീവിതം നയിക്കുന്നതും സ്വപ്നം കണ്ടതിന്റെ ആലസ്യത്തിലാണ് പ്രസാദ് ഇപ്പോഴും ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാം. തീർച്ചയായും തുളസിയെയും പ്രിയയും പിണക്കേണ്ടി വരുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. മനസ്സ് നിറയെ അവരോടുള്ള സ്നേഹവും വെച്ചുകൊണ്ട് ശത്രുവിനോടൊന്ന പോലെ പെരുമാറേണ്ടി വരിക. അതിൽ മനന്നൊന്ന് എന്റെ ഉള്ളിൽ എന്താണെന്ന് പോലും അറിയാതെ എന്നെ വെറുപ്പോടുകൂടി നോക്കുന്ന തുളസിപ്പോഴും ആദിയും പ്രിയയും എല്ലാം സ്വന്തം അനിയത്തി പ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ? ധർമ്മത്തെ രക്ഷിക്കാൻ ഭഗവാൻ കൃഷ്ണൻ പോലും എത്രയെത്ര അപരാധങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ തിരുമേനി, ഞാൻ മനസ്സ് ചഞ്ചലമാണെങ്കിൽ പ്രസാദിന് മറ്റെന്തിനേക്കാളും വലുത് ആദിയുടെയും തുളസിയുടെയും വിവാഹമാണെങ്കിൽ ചിന്തയെ മാറ്റൂ, മാറി ചിന്തിക്കൂ. എന്നുവെച്ചാ ചിലത് നിലനിൽക്കണമെങ്കിൽ ചിലത് നശിക്കണമെന്നല്ലേ? മകനും മരുമകൾക്കും വേണ്ടി പ്രിയപ്പെട്ട അനിയത്തിയെ ബലി കൊടുക്കൂ. എന്തു പറയുന്നു? അത് വേണ്ട തിരുമേനി. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല, ചിന്തിക്കുകയില്ല. എനിക്കെന്റെ പ്രിയ ജീവനോടെ വേണം. പഴമക്കാര് പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം, എന്നാലോ കക്ഷത്തിലുള്ളത് നഷ്ടപ്പെടുത്താനും വയ്യ എന്ന ചിന്ത. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിപ്പോ അതിനും എത്രയോ അപ്പുറത്താണ് തിരുമേനി. എന്റെ മക്കൾക്ക് ആശ കൊടുത്തത് ഞാനാണ്. അവരെ ഒരുമിപ്പിക്കാൻ, അവരിൽ സ്നേഹവും അടുപ്പൊക്കെ വളർത്തിയെടുക്കാൻ. എന്റെ സ്വാർത്ഥത കൊണ്ടാവാം. തുളസിമോള് എന്റെ മകന്റെ ഭാര്യയായി വരണമെന്നുള്ള അത്യാഗ്രഹം, എന്റെ അനിയത്തി ഞാനുമായുള്ള ബന്ധം ഒരിക്കലും അറ്റു പോവാത്ത വിധം ഊട്ടി ഉറപ്പിക്കണമെന്നുള്ള എന്റെ മക്കൾക്ക് ധൈര്യത്തോടെ വഴക്ക് പറയാൻ പറ്റിയ ഒരേ ഒരാളെ ഈ ഭൂമിയിലുള്ളൂ. അതവരുടെ അമ്മയാ. കുറ്റപ്പെടുത്തില്ല.
പിണങ്ങിപ്പോയില്ല. പോയാലും ഒന്ന് വിളിച്ച ഓടി വരും. അമ്മയെ തല്ലാനായി ഓടി വന്ന മകൻ കാലൊന്ന് തെറ്റി വീഴാൻ ആഞ്ഞപ്പോ അയ്യോ എന്റെ മകൻ എന്ന് പറഞ്ഞ് ഓടി വന്ന അമ്മയുടെ കഥ ഞാൻ നിന്നോട് പറഞ്ഞു തന്നിട്ടില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. നീ ഒരിക്കലും നിന്റെ അനിയത്തെയും തുളസിമോളെയും വിഷമിപ്പിക്കരുത്. ആ ഒരു അപേക്ഷയാ അമ്മയ്ക്ക് മോനോട് പറയാനുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു ജോത്സ്യരെ കണ്ടിരുന്നു. ആദിയുടെയും തുളസിയുടെയും വിവാഹക്കാര്യം സൂചിപ്പിച്ചപ്പോ അദ്ദേഹം അവരുടെ ജാതകം ചോദിച്ചു. എന്നിട്ട് ഗണിച്ചു നോക്കിയപ്പോ അവർ തമ്മിലുള്ള വിവാഹം നടക്കില്ല എന്നാ പറഞ്ഞേ. നടക്കില്ലെന്നോ? അതെ. ഏത് ജോത്സ്യനാ അത് പറഞ്ഞത്? അത് എന്റെ ഒരു ഫ്രണ്ടിന്റെ പരിചയത്തിലുള്ള ജോത്സ്യരാ. ബ്രഹ്മശ്രീ രാജവർമ്മയെക്കാളും വലിയ ജോത്സ്യനൊന്നും അല്ലല്ലോ. ആദ്യം തുളസിയായിട്ടുള്ള വിവാഹത്തിന് ഒരു തടസ്സവും ഇല്ലെന്ന് രാജവർമ്മ തിരുമേനി പറഞ്ഞല്ലേ? അതേമേ, പക്ഷേ പിന്നെ നീ എന്തിനാ മക്കളുടെ ജാതകം വേറൊരു ജോത്സ്യനെ കാണിക്കാൻ പോയത്? തിരുമേനി ഈ സത്യം നമ്മളോട് പറയാത്തതാവുന്ന അദ്ദേഹം എന്നോട് പറഞ്ഞത്. എന്താ മോനെ നീ പറയുന്നത്? ആദ്യം തുളസിയും തമ്മിൽ 10-8 പൊരുത്തമുണ്ടെന്ന് പറഞ്ഞ തിരുമേനി എന്തിനാ ആ ഒരു കാര്യം നമ്മളിൽ നിന്ന് മറച്ചു വെച്ചു? അതൊന്നും എനിക്കറിയില്ല. ആദ്യം തുളസിയും തമ്മിലുള്ള വിവാഹം എന്തായാലും ഇനി നടക്കില്ല. സ്വയംവര പൂജയ്ക്കുള്ള ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കണം. നമുക്ക് ഡ്രൈവറെ വിട്ട് വാങ്ങിപ്പിക്കണോ അതോ നമ്മൾ നേരിട്ട് പോണോ? പ്രസാദേണ്ണ ഒഴിവുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരുമിച്ച് പോയി മേടിക്കാം. അതാവുമ്പോ സൗകര്യമായിരുന്നു. കുടുംബക്ഷേത്രത്തിന് സ്വയംവര പൂജ നടത്താനുണ്ട്. ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരുന്നാൽ ശരിയാവില്ല. ഞാനൊരു ട്രാൻസ്ഫറിന് അപേക്ഷിച്ചാലൊന്ന് ആലോചിക്കുക. എന്തിന്? ഇവിടെ എന്താ കുഴപ്പം? വല്ല പ്രശ്നമുണ്ടോ പ്രസാദേട്ടാ? ഒരു ഒളിച്ചോട്ടം അതാവശ്യം. ആരെ പേടിച്ച്? പ്രിയയും തുളസിയും പേടിച്ച് അല്ലേ? അങ്ങനെ കരുതിയാലും തെറ്റില്ല. പ്രസാദേട്ടൻ എന്തിനാ ഇവിടുന്ന് പോകുന്നത്? പറ്റുമെങ്കിൽ ജയനൊരു ട്രാൻസ്ഫർ വാങ്ങിച്ചു കൊടുക്കും. ആദ്യ വിവാഹം കഴിച്ചു കഴിഞ്ഞാ എങ്ങനെ പ്രിയയുടെയും തുളസിയുടെയും മുഖത്ത് നോക്കും? അതല്ലേ പ്രസാദേട്ടന്റെ പ്രശ്നം? അതെ. അവരുടെ മുമ്പിലൂടെ ഒരു കുറ്റവാളിയെ പോലെ എനിക്ക് നടക്കേണ്ടി വരും. എല്ലാം പ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് ആലോചിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പറ്റുന്നില്ലടോ. ഒരു മഹാപരാധം നെഞ്ചിൽ കൊണ്ട് നടക്കാൻ വയ്യ. കുറച്ചു കാലം അകന്നു നിന്നാ എല്ലാവരും എല്ലാം മറക്കും. ആരും ഒന്നും മറക്കില്ല. തമ്മിൽ കാണാതിരുന്ന അത്രയും നല്ലതല്ലേ? അതുകൊണ്ട് നീ വന്നിട്ട് കുറെ നേരം ആയോ? കുറച്ചു സമയമായി അമ്മേ. ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. എന്താ അമ്മേ? കുറച്ചു ദിവസമായി മനസ്സിനൊരു സമാധാനവും ഇല്ല. വല്ല അസുഖം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം.
ഇത് ഡോക്ടറെ കണ്ടാ മാറുന്ന അസുഖമല്ല. എന്താ അമ്മയ്ക്ക് വേണ്ടത്? ഞാൻ ഗുരുവായൂർ ഭജന കേന്ദ്രത്തിലേക്ക് താമസം മാറിയല്ലോ എന്ന് ആലോചിക്കുകയായിരുന്നു. ഭജന കേന്ദ്രത്തിലേക്കോ? അതെന്താ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം? അമ്മയ്ക്ക് ഇവിടെ എന്തോ ഒരു കുറവ്? കുറവൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ എന്താ അമ്മേ? പറഞ്ഞില്ലേ, മനസ്സിനൊരു സ്വസ്ഥതയില്ല. അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് പറയൂ അമ്മേ ആദ്യം. അമ്മയ്ക്ക് എന്താണ് പറ്റിയതെന്നേ എനിക്കറിയാം. പ്രായമായതല്ലേ, ഒറ്റയ്ക്ക് പ്രിയയെ കാണാൻ പോയിരിക്കുന്നു. വണ്ടി അയക്കാന്ന് പറഞ്ഞിട്ട് അമ്മ കേട്ടില്ല. അതിന് എനിക്ക് കുറച്ച് മുഖം കറുപ്പിച്ച് പറയേണ്ടി വന്നു. അതുകൊണ്ടാവും. പ്രായമായവര് എപ്പോഴും ഒന്ന് ഒതുങ്ങി കൊടുക്കുന്നത് നല്ലത് തന്നെയാ. അമ്മ എന്തിനാ അവളെ കാണാൻ പോയത്? അവളും എന്റെ മകളല്ലേ, കാണണമെന്ന് തോന്നി, ഞാൻ പോയി കണ്ടു. ഇവിടെ വണ്ടി ഉണ്ടായിരുന്നല്ലോ, പിന്നെന്തിനാ നടന്നു പോയത്? ഞാൻ ഓട്ടോയിലാ പോയത്. എന്നോടുള്ള വാശിയല്ലേ അത്? എന്തിനാ ഓട്ടോയിൽ പോയത്? ഞാൻ എങ്ങനെ പോയി എന്നതിലല്ല, ആരെ കാണാൻ പോയി എന്നതാ ഇവിടെ വിഷയം. അതുകൊണ്ട് ഇനിയുള്ള കാലം ഞാൻ ഭഗവാന്റെ സന്നിധിയിൽ കഴിയാന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വരട്ടെ. ഞാനിവിടെ ജീവനോടെ ഉണ്ട്. ഇനി അമ്മയ്ക്ക് അങ്ങനെ തീർത്ഥയാത്ര ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ കാലശേഷം ആവാം. എല്ലാം കൂടെ ആലോചിക്കുമ്പോ എനിക്ക് ടെൻഷൻ ആവുന്ന സുലു ആന്റി. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഇതൊക്കെ ആലോചിച്ച് സന്തോഷിച്ചേനെ. ഞാൻ ഹാപ്പിയാണ്. ബട്ട് ആ തുളസിയോ ജയനങ്ങളോ വന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ? ദേ, നീ ഈ പറയുന്ന ജയനങ്ങളെ ഒരു പച്ച പാവാ. അയാൾ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. വായിൽ കൈയിട്ടാ പോലും കടിക്കാത്ത മനുഷ്യന്. എന്തിനാ അങ്കിളിന്റെ വായി കൈയിടുന്നേ? വെറുതെ പല്ലെണ്ണി നോക്കാൻ. ശ്ശോ. എന്റെ ഭഗവാനെ, ഇവളെ ഒന്ന് ആദിയുടെ തലയിൽ കെട്ടി വെച്ചിട്ട് വേണം എനിക്ക് ആ പാപനാശിനി പോയി ഒന്ന് മുങ്ങി നിവരാൻ. അതെന്തിനാ സുലു ആന്റി? ചെയ്ത പാപത്തിനൊക്കെ പരിഹാരം ചെയ്യണ്ടേ? സുലു ആന്റി അതിന് എന്ത് പാപോ ചെയ്തേ? ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു പോയില്ലേ, ആ പാപം തന്നെ. ഓ അതാണോ? അത് നല്ല കാര്യമല്ലേ. സുലു ആന്റി ഒന്നും ഉണ്ട് സങ്കടപ്പെടണ്ട. സുലു ആന്റിക്ക് ഞാൻ ഇനിയും നെക്ലസും വളയും ഒക്കെ തരുമല്ലോ. എങ്കിൽ നിന്റെ കല്യാണം ഞാൻ വളരെ ഭംഗിയായിട്ട് നടത്തി തരും. പക്ഷെ തുളസിയും ജനങ്ങളും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാ അവരെയൊക്കെ ഇടിച്ച് തെറിപ്പിക്കും ഞാൻ. സുലു ആന്റിക്ക് അതിന് അത്രയ്ക്ക് ശക്തിയുണ്ടോ? അത് പിന്നെ ശക്തി ഇല്ലെങ്കിലേ നമുക്ക് ശക്തി ഉള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഇവിടെ കാശ് കൊടുത്ത കൊട്ടേഷൻ ആളെ കിട്ടും, നല്ല മസിലുള്ളവന്മാര്. അങ്ങനെയുള്ള 4-5 പേരെ ഗേറ്റിലും വഴിയിലുമായിട്ട് നിർത്തണം. തുളസിയോ അവളുടെ ആരെങ്കിലുമോ മംഗല്യ പൂജ നടക്കുന്നിടത്തേക്ക് വന്ന അവര് തൂക്കിയെടുത്തോണ്ട് പോവാൻ നമ്മളൊരു സൂചന മാത്രം കൊടുത്താൽ മതി. നമ്മളോടാ കളി. എന്നാലേ അവർക്ക് കൊടുക്കാനുള്ള ക്യാഷ് ഞാൻ മാമൂസിനോട് വാങ്ങിച്ചു തരാം. എന്താ ക്യാഷ് വാങ്ങിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ? അത് എന്താണ് ചർച്ച? അത് സ്വയംവര പൂജാ ദിവസം തുളസി കേറി വന്ന എങ്ങനെ തടയണം എന്നതിനെ പറ്റി ആലോചിക്കുകയായിരുന്നു. എന്നിട്ട് ആലോചിച്ച് കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ച ദുർഗാന്റി. എന്താ കണ്ടുപിടിച്ചേ? കേക്കട്ടെ. ആദിയും മാതിരിയുമായുള്ള വിവാഹം നടക്കുന്ന ദിവസം നമ്മൾ കൊട്ടേഷന് ആളെ നിർത്തും. എന്താ പ്രശ്നം?
സാർ ഇവനാ പെണ്ണുമായിട്ട് നാട് വിടാനുള്ള പ്ലാനായിരുന്നു. നാട് വിടാനാണ് നിങ്ങളോട് ആരാ പറഞ്ഞേ? സത്യാവസ്ഥ മുഴുവൻ ഞാൻ പറഞ്ഞല്ലേ? എന്നാ നിന്റെ ഉദ്ദേശം? ഓ, അപ്പൊ ACP കൂടെ അറിഞ്ഞിട്ടുള്ള കളിയാണല്ലേ? നോക്കിക്കോ, അനാവശ്യമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്തതിന് എല്ലാവരുടെയും ജോലി ഞാൻ തെറിപ്പിക്കും. സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും പത്രങ്ങളിലും ഇത് ഞാൻ വൈറലാക്കും. സാർ, ഞങ്ങൾക്ക് കംപ്ലൈന്റ് കിട്ടിയതുകൊണ്ടാണ് കേസെടുത്തത്. ആരാ നിങ്ങക്ക് കംപ്ലൈന്റ് തന്നേ? അയ്യോ, നാടകമൊന്നും വേണ്ട, എനിക്കറിയാല്ല. ക്രിക്കറ്റ് കോച്ചിങ്ങിന് സെലക്ട് ചെയ്യപ്പെട്ട തുളസിയെ, അതായത് എന്റെ കസിൻ എന്നോ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണെന്നോ എന്തു വേണം വിളിക്കാം, അവളെയും കൊണ്ട് ഞാൻ എറണാകുളത്തേക്ക് പോകുമ്പോ ഒരു കാരണമില്ലാതെ പോലീസ് വന്നെന്നെ തടയാനും എന്നെ അറസ്റ്റ് ചെയ്യാനും പ്രായപൂർത്തിയായ പെൺകുട്ടിയെ പെരുവഴിയിൽ ഉപേക്ഷിക്കാനും ഇവർക്ക് ധൈര്യം ഉണ്ടാവണമെങ്കിൽ അതിന്റെ പിന്നിലെ തലപ്പത്തിരിക്കുന്ന ഒരു പോലീസുകാരനുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇതെന്താ വെള്ളരിക്ക പട്ടണോ? ഒരാണും പെണ്ണും ഒരുമിച്ച് യാത്ര ചെയ്ത് ഇവിടെ എന്താ കുഴപ്പം? ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിയമം അറിയില്ലെങ്കിലേ അത് അറിഞ്ഞിട്ട് വേണം ഈ യൂണിഫോമിനുള്ളിൽ കയറിയിരിക്കാൻ. നീ എന്താടാ ഞങ്ങളെ നിയമം പഠിപ്പിക്കുകയാണോ? പഠിപ്പിക്കേണ്ടി വരും സർ. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ നിങ്ങളെല്ലാം ആദ്യം മുതലേ സ്കൂളിൽ പോയി തുടങ്ങേണ്ടി വരും. ഒരാളെ ഞാൻ വെറുതെ വിടില്ല, നോക്കിക്കോ. FBയിൽ ഞാൻ ലൈവ് പോകും. അവനവന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിയമം ഉണ്ടാക്കുന്ന പോലീസ് ഏമന്മാരുടെ തോന്നിയാസങ്ങൾ ജനങ്ങൾ കാണട്ടെ. സാർ, ആര് പറഞ്ഞിട്ടാ താനവനെ പിടിച്ചോണ്ട് വന്നേ? അത് സാറിന്റെ വൈഫ്. ദുർഗ പറഞ്ഞിട്ടോ? അതെ സാർ. അവനെ ഈ നിമിഷം പറഞ്ഞു വിട്ടേക്കണം, ഇല്ലെങ്കിൽ തന്റെ തൊപ്പി പോകുന്ന വഴി കാണില്ല. ശരി സാർ. സാറൊന്നും പറഞ്ഞില്ല. പത്രക്കാരൻ ചാനലുകാരൻ ഞാൻ എവിടേക്ക് വിളിക്കണോ, അതോ നമ്മൾ ഒരുമിച്ച് പ്രസ് ക്ലബിലേക്ക് പോണോ? ചാവിക്കുന്ന ചാവി. സോറി, ആദ്യത്തെ പൊയ്ക്കോളൂ. ഞാൻ പോവാം. അത് പക്ഷെ എന്റെ വീട്ടിലേക്കല്ല. ഏയ്, അവിവേകമൊന്നും കാണിക്കരുത്. ഒരു പെൺകുട്ടിയെ പെരുവഴിയിലാക്കില്ലേ നിങ്ങള്? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് നിങ്ങൾ മറുപടി പറയൂ. അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കൂ. എന്നെ നിങ്ങൾ വെറുതെ വിട്ടത് ആരുടെ ഔദാര്യം കൊണ്ടൊന്നും അല്ലെന്ന് എനിക്കറിയാം. എന്നെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒന്നുമില്ലെങ്കിലും ഞാൻ ACP കൃഷ്ണപ്രസാദിന്റെ മകനല്ലേ? ആദിത്യൻ പ്രശ്നമൊന്നും ഉണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും. അതിനുവേണ്ടി തന്നെയാ ഞാൻ പോകുന്നത്. കൂടെ ഉണ്ടായിരുന്ന സ്വന്തം മകനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കുക, ജനങ്ങളൊക്കെ വിട്ടുകളാണെന്നാണോ നിങ്ങളുടെ വിചാരം? അതെ, തനിക്കിപ്പോ എന്താ വേണ്ടത്? തുളസിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. തുളസിക്ക് എന്തെങ്കിലും സംഭവിക്കണം. അവക്ക് എസ്കോട്ട് പോകാനല്ല ഞങ്ങൾ ഞങ്ങളുടെ മകനെ വളർത്തി ആളാക്കിയത്. തുളസി നിങ്ങളുടെ മകളല്ലേ? ഞങ്ങളുടെ മകളോ? അവളെങ്ങനെയാ ഞങ്ങളുടെ മകളാവുന്നത്? ആദ്യം അവളെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇനി അങ്ങനെ ഉണ്ടായെങ്കിലല്ലേ അവളെ ഞങ്ങൾ മകളായിട്ട് കരുതേണ്ടതുള്ളൂ. പ്രശ്ന അവളെ മകളെ പോലല്ലേ കൊണ്ടു നടന്നിരുന്നത്. എന്നിട്ടിപ്പോ ഒരു കാരണമില്ലാതെ വഴിയിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നു. ആര് പറഞ്ഞു കാരണമില്ലെന്ന്? അവക്ക് എറണാകുളത്തേക്ക് പോകാൻ വേറെ വണ്ടിയൊന്നുമില്ലേ? ഇനി അഥവാ അങ്ങനെ ഒരു വാഹനം ഇല്ലെങ്കിൽ ജയനല്ലേ തുളസിയുടെ അച്ഛൻ?
ജയന് കൊണ്ടുവിടായിരുന്നല്ലോ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര എളുപ്പം പറയാൻ കഴിഞ്ഞു. ജനങ്ങളെ സേവിക്കേണ്ടവരാണ് പോലീസ്, അല്ലാതെ അവർക്ക് ദ്രോഹം ചെയ്യേണ്ടവരല്ല. നിങ്ങൾ ആരെയാ നിയമം പഠിപ്പിക്കുന്നത്? ACP കൃഷ്ണപ്രസാദിനെയോ? അതും വെറും ഒരു പോലീസുകാരനായ നിങ്ങള്. പഠിപ്പിക്കേണ്ട അവസ്ഥ വന്നാ പഠിപ്പിച്ചല്ലേ പറ്റൂ. സ്വന്തം അധികാരം ഉപയോഗിച്ച് എന്തുമാവാം എന്നുള്ള ചിന്ത ഒരിക്കലും നല്ലതല്ല. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്നുള്ള ഓർമ്മ ജയന് വേണം. ഇവിടുത്തെ എച്ചിൽ നിന്ന് വളർന്നവനാണ് താൻ. ഇവിടുന്ന് ഞാൻ കഴിച്ചിരുന്നത് എച്ചിലായിരുന്നില്ല, നല്ല അസൽ ഭക്ഷണം തന്നെയായിരുന്നു. ആ നന്ദി ഉള്ളതുകൊണ്ടാണ് ഞാനിത് ഇവിടെ വന്ന് പറഞ്ഞത്. അല്ലാതെ ഞാൻ ഈ വീടുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളായിരുന്നെങ്കിൽ പ്രസയുടെ ജോലി മാത്രമല്ല, ഈ വീട് പോലും ഇവിടെ കാണില്ലായിരുന്നു. ഓരോ 34 മിനിറ്റിനുള്ളിൽ ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർക്കിടയിലേക്കാണ് നിങ്ങൾ തുളസി മോളെ എറിഞ്ഞു കൊടുത്തത്. അത് മറക്കണ്ട. നമസ്കാരം. എന്റെ പേര് ആദിത്യൻ. ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് കൃഷ്ണപ്രസാദിന്റെ മകനാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇന്ന് എനിക്കൊരു ദുരനുഭവം ഉണ്ടായി. ഞാൻ ഇന്ന് എന്റെ കാറിൽ എന്റെ കസിനായ തുളസിയും കൊണ്ട് ഒന്നിച്ചിരുന്ന് യാത്ര ചെയ്യുമ്പോൾ പോലീസ് എന്നെ തടഞ്ഞു നിർത്തുകയും ഒരു കാരണവും ഇല്ലാതെ എന്നെ അറസ്റ്റ് ചെയ്യുകയും വണ്ടി കൊണ്ടുപോവുകയും അവളെ റോഡിൽ ഉപേക്ഷിച്ചിട്ട് പോവുകയും ചെയ്തു. അവര് നടു റോഡിൽ ഉപേക്ഷിച്ചിട്ട് പോയത് ജയശീലൻ എന്ന ഒരു പോലീസ് ഓഫീസറുടെ മകളെയാണ്. ഞങ്ങൾ രണ്ടുപേരും പോലീസ് ഫാമിലിയിലെ അംഗങ്ങളാണ്. ആ ഞങ്ങൾക്ക് ഇതുപോലൊരു ദുരനുഭവമാണ് ഉണ്ടാവുന്നെങ്കിൽ, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതാണ് അനുഭവമെങ്കിൽ, ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോട് എങ്ങനെയായിരിക്കും പെരുമാറുക? തെരുവ് ഗുണ്ടകൾക്ക് ഇവരെക്കാളും മാന്യത കാണും. അല്ല, ഞാൻ എല്ലാ പോലീസുകാരെയും അല്ല ഉദ്ദേശിച്ച് പറഞ്ഞത്. എന്റെ അച്ഛൻ അടക്കമുള്ള ഈ ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തിരിക്കുന്നവർ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ വിഷമം. എന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്റെ കസിനാണെന്നും അവൾക്ക് കൊച്ചിയിൽ ക്രിക്കറ്റ് കോച്ചിങ് ഉള്ളതുകൊണ്ട് ഞാൻ അവളെ കൊണ്ടുവിടാൻ പോവുകയാണെന്നും ഞാൻ അവരുടെ കാല് പിടിച്ച് പറഞ്ഞതാ. അതൊന്നും കേൾക്കാൻ പോലും അവര് മനസ്സ് കാണിച്ചിട്ടില്ല. ഞങ്ങൾ അനാശാസ്യ പ്രവർത്തനം നടത്തിയെന്ന് കള്ളം പറഞ്ഞ് ആ പോലീസുകാർ ഞങ്ങളെ അധിക്ഷേപിച്ചു. ഞങ്ങളുടെ ആത്മാഭിമാനത്തെ അവര് ചോദ്യം ചെയ്തു. ഇവിടെ ഒരു ആണിനും പെണ്ണിനും ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ള അവകാശമില്ലേ? ഒരാണും പെണ്ണും ഒരുമിച്ച് യാത്ര ചെയ്താൽ എന്ത് ഭൂകമ്പമാണ് ഇവിടെ ഉണ്ടാവുന്നത്? അതും അവര് വഴി തള്ളിയത് ഒരു പെൺകുട്ടിയാ. ഇത്തരത്തിൽ നിയമപാലകർ അഴിഞ്ഞാടുന്ന ഈ നാട്ടിൽ ഒരു പെൺകുട്ടിക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത്? എനിക്കും എന്റെ കസിനും ഉണ്ടായ അനുഭവം ഇനി ഈ നാട്ടിൽ ഒരാൾക്കും ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. കാക്കിയിട്ട ആ കാട്ടാളന്മാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതുവരെ ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്ന അഭ്യർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. ഹലോ, ഉറങ്ങിയോ? ഇല്ല, അതിന് സമയാത്രയൊന്നും ആയിട്ടില്ലല്ലോ. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എന്താ പ്രസ? ആകെ ദേഷ്യത്തിലാണെന്നറിയാലോ. അവൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. നാളെ അവനത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും. അതോടെ പ്രശ്നം വഷളാവും. നമ്മൾ പോലീസുകാർക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാതാവും. ഓരോന്നിന് ഇറങ്ങി പുറപ്പെടുമ്പോ ആലോചിക്കേണ്ടതായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഇത് പഴയ കാലമല്ല പ്രസ. ഒന്നും എന്റെ കുറ്റമല്ല. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാൻ എന്ത് വേണമെന്നാ പറയുന്നത്? ചേട്ടാ, ഫോണിങ്ങതാ, ഞാൻ സംസാരിക്കാം. ഏട്ടാ, ഏട്ടനിപ്പോ എന്താ വേണ്ടത്? അത്
നാളെ രാവിലെ FB-യിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അവനത് പോസ്റ്റ് ചെയ്ത എന്റെ മാത്രമല്ല, പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ ചീത്തപ്പേരാവും. അതുകൊണ്ട് അവനോട് അതൊന്ന് പോസ്റ്റ് ചെയ്തതെന്നൊന്ന് വിളിച്ചു പറയണം. അതെന്താ പ്രസാദേട്ടനെ വിളിച്ചു പറഞ്ഞൂടെ? ഞാൻ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല. എന്തുകൊണ്ടാ അവൻ ഫോൺ എടുക്കാത്തത്? അത് അവന് എന്നോട് ദേഷ്യമുള്ളതുകൊണ്ടാവും. ആവൂന്നല്ല പ്രസാദേട്ട, ആണ്. നിങ്ങൾ അച്ഛനും മകനും ഫ്രണ്ട്സിനെ പോലെ കഴിഞ്ഞവരല്ലേ? എന്നിട്ട് ഇപ്പൊ എന്തു പറ്റി? ആര് നിങ്ങളെ തമ്മിൽ ശത്രുക്കളെ പോലെ ആക്കിയത്? എല്ലാം പ്രസാദേട്ടൻ തന്നെയല്ലേ? ഏട്ടൻ എന്നുള്ള എല്ലാ ബഹുമാനവും ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് എന്നെ ചോദിക്കട്ടെ, എന്റെ ഏട്ടന് എന്താ പറ്റിയത്? എന്നെയും ജയേട്ടനെയും തുളസിയെയും എന്തിന് സ്വന്തം മകനെ പോലെ ശത്രുതയിലാക്കാൻ മാത്രം എന്തു തെറ്റാ ഞങ്ങൾ ഏട്ടനോട് ചെയ്തത്? ആദിയും തുളസിയുമായുള്ള വിവാഹം നടക്കുന്നതോടെ ഒരു മരണം അത് സുനിശ്ചിതമാണ്. വിവാഹം കഴിഞ്ഞ 3-ാം ദിവസം അത് സംഭവിക്കും. ഒരകാല മൃത്യു. നക്ഷത്രവിധി പ്രകാരം ഇവർ ഒന്നിച്ചാൽ വധുവിന്റെ അമ്മയ്ക്ക് മരണം സംഭവിക്കും. എന്താ ഏട്ടനൊന്നും പറയാനില്ലേ? പറ്റുമെങ്കിൽ അടയ്ക്ക തുളസി വിളിച്ച് ആദ്യോട് ആ വീഡിയോ പോസ്റ്റ് ചെയ്തതൊന്ന് പറയാൻ പറയണം. അവള് പറഞ്ഞവൻ കേൾക്കും. പ്രസാദേട്ടൻ എന്താ തുളസിയെ വിളിച്ച് പറയരുതോ? ഏട്ടൻ നല്ല ടെൻഷനില്ല. തുളസി പറഞ്ഞാലേ ആദ്യം ആ വീഡിയോ പോസ്റ്റ് ചെയ്യാതിരിക്കുള്ളൂ. അത് പ്രസയ്ക്കറിയാം. പക്ഷേ നമ്മൾ പറഞ്ഞ മോള് സമ്മതിക്കുമെന്ന എന്റെ പേടി. എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കാം. വിളിക്കാം. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരാ ജയേട്ടാ? എന്താ? പ്രസാദേട്ടൻ തന്നെ മോളെ വിളിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതുണ്ടാവോ? നമുക്ക് നോക്കാം. എന്താച്ചാ? നീ തിരക്കിലാണോ? ഇന്നെന്ത് തിരക്ക്? നാളെയല്ലേ പ്രാക്ടീസ് തുടങ്ങും. റൂമിൽ സൗകര്യമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ടച്ചാ. നേരത്തെ ഞാൻ ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞതാണല്ലോ. ഫുഡ് കഴിച്ചോ? ഇല്ല, കുറച്ചു കഴിഞ്ഞ് കൊണ്ടുവരും. പ്രസേനെ വിളിച്ചിരുന്നു. അതെയോ? ആദി പ്രസാദ് മാമനെതിരെ എന്തോ വീഡിയോ എടുത്തിട്ടുണ്ടെന്നും നാളെ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടത്രേ. ആ വീഡിയോ ഞാൻ കണ്ടു. അവൻ എനിക്കും അയച്ചു. ഇതങ്ങനെ നെഞ്ചിൽ പേര് നടക്കാതെ അമ്മയോട് പറ. ഞാൻ ആരോടെങ്കിലും പറയുന്ന പേടിയൊന്നും വേണ്ട. നിന്റെ മനസ്സിലുള്ളത് എത്ര വലിയ കാര്യമാണെങ്കിലും ഞാനതെന്റെ ഉള്ളിൽ സൂക്ഷിച്ചോളാം. അമ്മയ്ക്കത് താങ്ങാൻ കഴിയില്ല. ഭഗവാന്റെ ഗീത അനുസരിച്ച് ജീവിക്കാൻ ശീലിച്ച എനിക്ക് എന്തിനേയും അതിന്റേതായ രീതിയിൽ കാണാൻ കഴിയും. സംഭവിച്ചതെല്ലാം നല്ലതിനെന്നല്ലേ? സംഭവിക്കാൻ പോകുന്നത് നല്ലതിന്. അങ്ങനെ ചിന്തിച്ച പിന്നെ അവിടെ മനപ്രയാസത്തിന് ഇടവില്ല. പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തമ്മേ. എന്താണെങ്കിലും നീ അത് എന്നോട് പറ.
അത് ഏയ്, നക്ഷത്രവിധി പ്രകാരം ഇവർ ഒന്നിച്ചാൽ വധുവിന്റെ അമ്മയ്ക്ക് മരണം സംഭവിക്കും. എന്താ മോനെ, എന്നോട് പറ. അത് വേണ്ട. അത് അമ്മേ, എനിക്കൊന്നും പറയാനില്ല. വേണ്ട, നീ ഒന്നും പറയണ്ട. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിനെ പിടിച്ചുകെട്ടാൻ മനുഷ്യർക്ക് കഴിയില്ല. അതോർത്ത് വിഷമിക്കുന്ന നമ്മളാണ് വിഡ്ഢികൾ. ഏട്ടാ, ഏട്ടൻ എന്തിനാ തിരിച്ചു നടന്നേ? എന്നെ കണ്ടിട്ടാണോ? ഞാൻ അത്രയ്ക്ക് മോശക്കാരിയാണോ? ഏട്ടാ, സ്വയംവര പൂജ നടക്കാൻ പോവല്ലേ? അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങള് എനിക്ക് ഏട്ടനോട് സംസാരിക്കാനുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്തു പറയാനാ? വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് രണ്ടുപേർക്കും വേണ്ടിയായിരുന്നു കുടുംബക്ഷേത്രത്തിൽ അമ്മ സ്വയംവര പൂജ നടത്തിയിരുന്നത്. പണ്ടങ്ങനെ പലതും നടന്നിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് അയവർക്കാൻ എനിക്കിപ്പോ സമയമില്ല. എന്നോട് സംസാരിക്കാൻ ഏട്ടന് മനസ്സില്ല എന്ന് പറയുന്നതാവും എളുപ്പം. അതെ, നിന്നോട് സംസാരിക്കാനെന്ന് മാത്രമല്ല, നീ വിചാരിക്കുന്ന ഒരു കാര്യം നടക്കാനും പോകുന്നില്ല. നമ്മുടെ മക്കളുടെ കാര്യ ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്നത്. അത് നിന്റെ തെറ്റായ ധാരണയാ. നിന്റെ മകളെ ഒരിക്കലും എന്റെ മകൻ വിവാഹം കഴിക്കാൻ പോകുന്നില്ല. എന്റെ നിന്റെ എന്നൊക്കെയായി അല്ലേ? ഏട്ടനിപ്പോ തുളസിമോള് വെറും അന്യ. അതെ, അവൾ എന്റെ മകളൊന്നും അല്ലല്ലോ. അതെ, മകള് തന്നെയാ. അങ്ങനെയല്ലേ ഏട്ടൻ അവളെ കൊണ്ടു നടന്നിരുന്നത്? ഞാൻ ചെയ്തു പോയ വിഡ്ഢിത്തരങ്ങളിൽ ഒന്നായിട്ട് അതിനെ കണ്ടാ മതി. അപ്പൊ ഞാൻ ഏട്ടന്റെ അനിയത്തിയല്ലേ? ഈ ലോകത്തിൽ ഏട്ടന് ഏറ്റവും ഇഷ്ടം എന്നെയായിരുന്നു എന്നല്ലേ പറയാറുണ്ടായിരുന്നത്? അതും ഏട്ടൻ ചെയ്തുപോയ വിഡ്ഢിത്തരങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തിയിട്ടുണ്ടാവൂല്ലേ? അതെ. പ്രസാദേട്ടൻ റെഡിയാവുന്നില്ലേ? റെഡിയാവാം. അല്ല, വയ്യെങ്കിൽ പ്രസാദേട്ടൻ കിടന്നോ? ഏയ്, കിടന്നാൽ എങ്ങനെയാ? ക്ഷേത്രത്തിൽ പോണ്ടേ? ഒരു കണക്കിന് പ്രസാദേട്ടൻ ക്ഷേത്രത്തിലേക്ക് വരാതിരിക്കുന്നതാ നല്ലത്. ഏയ്, അത് ശരിയാവില്ലടോ. അവരോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. എടോ, കുടുംബക്ഷേത്രത്തിൽ മംഗല്യ പൂജ നടക്കുമ്പോ ഞാൻ വരാതിരുന്ന അത് ശരിയാവില്ല. ശരിയാവില്ലെന്ന് എനിക്കും അറിയാം. പക്ഷേ അവിടെ പ്രിയയും ജയനും തുളസിയും എല്ലാരും വരുന്നതല്ലേ? തുളസി കോച്ചിങ്ങിന് പോയിരിക്കില്ലേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജയനും പ്രിയയും അവളെ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കും. കുടുംബക്ഷേത്രമാണ്. അവിടെയുള്ള പൂജാരിമാരുടെയും നമ്മുടെ അമ്മയുടെയും മനസ്സിൽ ആദിയും തുളസിയുമായിട്ടുള്ള വിവാഹം നടക്കണമെന്നാണ് ആഗ്രഹം. അവരെല്ലാവരും ആ കാര്യത്തിന് വേണ്ടി പ്രസാദേട്ടനെ നിർബന്ധിക്കാൻ സാധ്യതയുണ്ട്. അവരുടെ നിർബന്ധത്തിൽ നിന്നും പ്രസാദേട്ടന് ഒഴിഞ്ഞുമാറാൻ പറ്റാതെ വരും. ക്ഷേത്രനടയിൽ വെച്ചുള്ള അവരുടെ സെന്റിമെന്റ്സിൽ പ്രസാദേട്ടൻ വീണു പോയാൽ പ്രിയയെ നമുക്ക് നഷ്ടമാവും. എടോ,
ഞാൻ ക്ഷേത്രത്തിലേക്ക് വന്നില്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുക? കാര്യങ്ങളൊക്കെ നടക്കും. പൂജയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പ്രസാദേട്ടൻ ചെയ്ത് കഴിയുകയും ചെയ്തില്ലേ? ഇനി പ്രസാദേട്ടൻ അവിടേക്ക് വരണമെന്നില്ല. അവരുടെ മുമ്പിൽ സ്നേഹത്തോടെ ഇടപഴകാൻ എന്റെ പ്രസാദേട്ടന് കഴിയില്ല. എല്ലാവരും ഒരു ശത്രുവിനെ കാണുന്ന മനോഭാവത്തോടെയാവും പ്രസാദേട്ടനെ കാണുക. അത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല. വലിയൊരു നന്മ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് പ്രസാദേട്ടൻ അവിടെ നിൽക്കുക. അതെനിക്ക് മാത്രമല്ലേ അറിയൂ. പ്രിയയുടെയും ജയന്റെയും മുമ്പില് പ്രസാദേട്ടൻ ദുഷ്ടനാണ്. ദുഷ്ടനായ കംസനെ നോക്കി നിൽക്കുന്ന കൃഷ്ണനെ പോലെയാവും തുളസി അമ്മാവനായ പ്രസാദേട്ടനെ നോക്കുക. അത് കാണാനുള്ള മനക്കരുത്ത് എനിക്കില്ല പ്രസാദേട്ട. പ്രസാദേട്ട, ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ഓർത്ത് പ്രസാദേട്ടൻ വിഷമിക്കണ്ട. അവിടുത്തെ എല്ലാ കാര്യങ്ങളും പ്രസാദേട്ടന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഉത്തരവാദിത്വത്തോടെ ഞാൻ നടത്തിക്കൊള്ളാം. എന്താ, എന്നെ വിശ്വാസമില്ലേ? വിശ്വാസമാണ്. അത് കേട്ടാ മാത്രം മതി എനിക്ക്. അല്ലടോ, ആദ്യം അവൻ ക്ഷേത്രത്തിൽ വരാൻ സമ്മതിച്ചു. അവനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യവും ഞാൻ നോക്കിക്കോളാം. പ്രസാദേട്ടൻ ഒന്നും ഓർത്ത് ടെൻഷൻ ആവരുത്. എനിക്ക് അത്രേ വേണ്ടു. എന്താ ചേട്ടാ, അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ അറ്റൻഡ് ചെയ്യുന്നില്ല. ഫോൺ ചിലപ്പോ സൈലന്റിലായിരിക്കും. ഏയ്, അങ്ങനെ ആവാൻ വഴിയില്ല. പിന്നെ എന്തായിരിക്കും? അവിടുന്ന് അവൾ ഇറങ്ങിക്കാണില്ല, എന്തെങ്കിലും മീറ്റിംഗിലും മറ്റായിരിക്കും. അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത്. അപ്പോ അവള് പൂജക്കെത്തില്ല ചേട്ടാ? എത്താന്ന് എനിക്ക് ഉറപ്പ് തന്നല്ലേ. അവൾക്ക് വരാനുള്ള സമ്മതം കോച്ച് തന്നതല്ലേ. ആ സ്ഥിതിക്ക് അവര് മീറ്റിംഗിന് പങ്കെടുപ്പിക്കോ? ചിലപ്പോ ഫോൺ റൂമിൽ വെച്ച് പുറത്തെങ്ങാനും പോയതാണെങ്കിലോ? ഇനിയിപ്പൊ എന്തിനാ അവള് പുറത്തു പോകുന്നത്? ചേട്ടൻ ഒന്നുകൂടെ വിളിച്ചു നോക്കി. വിളിക്കേ. ഹലോ പ്രസ, ഞാൻ എന്റെ അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താ? തുളസി മോൾക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. എന്താ പറ്റിയത്? ഫോൺ വിളിച്ചിട്ട് അവൾ എടുക്കുന്നില്ല. ഇന്നത്തെ സ്വയംവര പൂജയ്ക്ക് അവൾ തീർച്ചയായും വരുമെന്ന് പറഞ്ഞതാ. പ്രസയൊന്ന് അവിടുത്തെ സ്റ്റേഷനിൽ വിളിച്ച് അന്വേഷിക്കാൻ പറയൂ. അത് പ്രസയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോ തുളസിയല്ലേ ആദ്യം വിളിച്ച് ആ വീഡിയോ FB-യിൽ ഇടരുതെന്ന് പറഞ്ഞത്.
അവനത് അനുസരിക്കുകയും ചെയ്തു. അതിനുള്ള പ്രത്യുപകാരമായി കരുതിയാലും മതി. പ്ലീസ് പ്രസ, ഞാൻ ആകെ ടെൻഷനില്ല. ജയനാണ് വിളിച്ചത്. ആ, തുളസി ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അല്ല, അതിന് നമ്മളെന്ത് വേണം? അടുത്തുള്ള സ്റ്റേഷനിൽ വിളിച്ച് ഒന്ന് അന്വേഷിക്കാൻ പറയാനാ ജയൻ വിളിച്ചത്. അവള് കോച്ചിങ്ങിലായിരിക്കും. അവള് തീർച്ചയായും സ്വയംവര പൂജയിൽ പങ്കെടുക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ. എങ്കിൽ പിന്നെ ഒരു കാരണവശാലും പ്രസാദേട്ടൻ അവിടെയുള്ള സ്റ്റേഷനിലേക്ക് വിളിക്കാനോ അന്വേഷിക്കാൻ പറയാനോ പാടില്ല. എടോ, തുളസിക്ക് എന്തെങ്കിലും അപകടം പറ്റി കാണൂ? അവൾക്കൊരു അപകടവും പറ്റില്ല. ഉർവശി ശാപ ഉപകാരം എന്ന് പറയുന്ന പോലെ ഈ ഒരു ദിവസം തുളസി സ്വയംവര പൂജയിൽ പങ്കെടുക്കാതിരിക്കുന്നത് നമ്മുടെ ഭാഗ്യം. കുടുംബ പരദേവതകള് നമ്മുടെ ഭാഗത്താ പ്രസാദേട്ട. അവരാണ് തുളസിയുടെ വരവിനെ തടഞ്ഞിരിക്കുന്നത്. അന്ന് എനിക്കെതിരെ ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനിരുന്ന വീഡിയോ തുളസി പറഞ്ഞുകൊണ്ടാ ആദ്യം അത് പോസ്റ്റ് ചെയ്യാതിരുന്നതേ. അതിനുള്ള പ്രത്യുപകാരമായിട്ടാ തുളസിയെ കുറിച്ച് അന്വേഷിക്കാൻ കൊച്ചിയിലെ സ്റ്റേഷനിലേക്ക് വിളിക്കണമെന്ന് ഒന്ന് ജയൻ പറഞ്ഞത്. ഭാഗ്യം. അതിനുള്ള പ്രത്യുപകാരമായിട്ട് ആദിത്യൻ തുളസിയെ വിവാഹം കഴിക്കണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഈ ഒരു നിസാര കാര്യത്തിന് പ്രത്യുപകാരം ഇരന്ന് ചോദിച്ച ജയൻ അവന് പ്രസാദേട്ടൻ പ്രിയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തതിന് എന്ത് പ്രത്യുപകാരം ചെയ്താലാ മതിയാവ? ഇതുകൊണ്ടൊക്കെ തന്നെയാ ഞാൻ പ്രസാദേട്ടനോട് ക്ഷേത്രത്തിലേക്ക് വരണ്ടാന്ന് പറഞ്ഞത്. ഇത്തരം പ്രത്യുപകാര സ്മരണകൾ ഉണർത്തുന്ന കഥകളുമായിട്ട് ജയനും പ്രിയയും ഇനിയും വരും. അവിടെ പ്രസാദേട്ടൻ അവർക്ക് മുന്നിൽ തല കുനിച്ചെന്നും വരും. അതുകൊണ്ട് തൽക്കാലം ഈ ഫോണൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഉമ്മറത്തെങ്ങാനും പോയിരിക്കെ. കുറച്ച് കാറ്റും വെളിച്ചവും കിട്ടട്ടെ ഈ തലയ്ക്കുള്ളിൽ. ഡിപ്പാർട്ട്മെന്റൊക്കെ എന്നാ പ്രസവം ഉണ്ടായത്? ഈ ഡിപ്പാർട്ട്മെന്റൊക്കെ കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മളെ ഒഴിവാക്കുകയും ചെയ്യും. രക്തബന്ധങ്ങൾ അങ്ങനെയല്ല. എനിക്ക് ഓർത്തു വയ്ക്കാൻ അങ്ങനെ ഒരു ഓർമ്മ പോലും ഇല്ലെങ്കിലും എനിക്കറിയാം ആ ബന്ധത്തിന്റെ വില. അതെ, ദേവീ കോപം അല്ലാണ്ടെന്താ. മനസ്സ് ശുദ്ധമായാലേ ദൈവാനുഗ്രഹം ഉണ്ടാവും. പൊങ്കാലയൊക്കെ സത്യമുള്ള വഴിപാടാ. അതിന് അതിന്റേതായ പ്രാധാന്യം കൊടുക്കണം. ഇതെന്തൊരു അത്ഭുതാ ചേച്ചി. ഒരു ലോഡ് വിറക് കത്തിച്ചിട്ട് ഈ കാലത്തിന് ഒരു അനക്കവും ഇല്ല. ഈ മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതേ ദൈവം ഉണ്ടെന്നുള്ളതിന് മനുഷ്യർക്ക് നൽകുന്ന തെളിവാ. ഇപ്പതേ ഇത് തന്നെ എടുക്ക്. ഇത് തന്നെ പോരെ കുടുംബ പരദേവതയുടെ അനുഗ്രഹവും ശാപവും തിരിച്ചറിയാൻ വേണ്ടിട്ട്. അപ്പൊ എല്ലാം നമ്മള് പ്ലാൻ ചെയ്ത പോലെ നടക്കുമല്ലേ? നടക്കും. കത്തിക്ക്. ഇതെന്തു മാന്ത്രിക വിദ്യ ദുർഗേച്ചി? ആ കലത്തിലെ വെള്ളം മാത്രം തിളയ്ക്കുന്നില്ല. അറിയില്ല. ഇനിയിപ്പോ ശരിക്കും ദേവി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടാവോ? ഇടപെട്ടത് ദേവിയല്ല, പിന്നെ ഈ മംഗളെ. എന്തിടപെട്ടെന്ന്? എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയ അപ്പൊ തന്നെ മൊത്തം ക്രെഡിറ്റ് അപ്പച്ചി എടുത്തു. ചുലു, നീ ഇങ്ങോട്ട് വന്നേ. നിന്റെ അസൂയം കുശുമ്പ് പറച്ചിലും പോലെയല്ല ഈ മംഗളയുടെ പ്രവൃത്തി. എപ്പ എവിടെ എങ്ങനെ തൊടുത്താ അമ്പ് ലക്ഷ്യത്തിൽ കൊള്ളുമെന്ന് ഈ മംഗളയ്ക്കറിയാം. ഇവിടെ എന്താ പ്രയോഗിച്ചത്? ചുണ്ണാമ്പ്. ചുണ്ണാമ്പ് കൊണ്ടുള്ള അമ്പോ? എന്തൊക്കെയാ അപ്പച്ചി പറയുന്നത്? ഞാൻ പ്രിയയുടെ പൊങ്കാലക്കാലത്തിനിടയില് ചുണ്ണാമ്പ് പുരട്ടിയിട്ടുണ്ട്. എത്ര തീ കത്തിച്ചാലും വെള്ളം തിളക്കില്ല. അല്ല, അതെപ്പോ പുരട്ടി? ഞാനതിനൊക്കെ സമയം കണ്ടെത്തി. പൊങ്കാലക്കല എടുത്തപ്പോ തന്നെ പ്രിയയ്ക്ക് നൽകുന്ന പൊങ്കാലക്കല അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആരും കാണാതെ ഞാൻ ആ കലത്തിനിടയിൽ ചുണ്ണാമ്പ് തേച്ചു. എന്റെ പൊന്നോ, സമ്മതിച്ചിരിക്കുന്നു അപ്പച്ചി. ഇത്രയും ബുദ്ധി ഈ നാട്ടിൽ ആർക്കും ഉണ്ടാവില്ല.
ഉപേക്ഷിക്കരുത്. പൊങ്കാല തിളയ്ക്കാത്തത് ദേവീ കോപമാണെന്ന് പൂജാരി നാട്ടുകാരും പറയും. പിന്നെ തുളസി കന്യാപൂജയ്ക്ക് പങ്കെടുത്തിട്ടുമില്ല. ഈ 2 ലക്ഷണങ്ങളും പോരെ സ്വയംവര പൂജയിൽ നിന്നും തുളസിയെ ഒഴിവാക്കാൻ? മതി, ഇനി സ്വയംവര പൂജയ്ക്ക് ബാക്കി കാണും. കാണാനൊന്നുമില്ല. ആതിരയുടെയും ആദിയുടെയും ദേവീ സന്നിധിയിലെ വിവാഹമായിരിക്കും ഇന്ന് നടക്കുന്നത്. ഈ നിമിത്തങ്ങളെല്ലാം മുൻനിർത്തി രാജവർമ്മയുടെ പ്രവചനത്തോടെ ബാക്കിയെല്ലാം നീ സാധിക്കണം. അത് ഞാൻ ഏറ്റു. പ്രസാദേട്ടന്റെ മനസ്സിൽ ആദ്യത്തെ തുളസി വിവാഹം കഴിക്കുക എന്ന ചിന്ത പോലും ഇല്ലാതായ സ്ഥിതിക്ക് എല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും അപ്പച്ചി. പൊങ്കാല നിവേദ്യത്തിനുള്ള സമയമാകാറായി. തുളസി ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. പൊങ്കാലയും തിളയ്ക്കുന്നില്ല. ദേവീകോപം ഉണ്ടായിട്ടുണ്ടാവോ? അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ മോളെ? അറിയില്ലമ്മേ. ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവണമെന്ന് മനസ്സിൽ പോലെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ? ഈശ്വരന്മാരെ, നല്ലത് മാത്രം വരുത്തണേ. ദേവി, ഹലോ, അതെ, ACP ആണ് സംസാരിക്കുന്നത്. ഇല്ലേ? ആ ശരി. ആ സർ, തുളസിയെക്കുറിച്ച് വേറെ ഇൻഫർമേഷൻസ് ഒന്നും ഇല്ലല്ലോ? ഇതുവരെ ഒരു അറിവും കിട്ടിയിട്ടില്ല സർ. ആ കോച്ചിങ് സെന്ററിലേക്കാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അവർ ചിലപ്പോൾ പേടിച്ചിട്ടുണ്ടാവും സർ. തുളസിയുടെ കാര്യത്തിന് ഒരു തീരുമാനമാക്കിയിട്ട് വേണം എനിക്ക് ഡൽഹിക്ക് പോവാൻ. സാർ കോൺഫറൻസിന് വയ്ക്കോളൂ. തുളസിയുടെ കാര്യം ഞങ്ങൾ അന്വേഷിച്ചോളാം. രണ്ടിലൊന്നും അറിയാതെ ഞാൻ എങ്ങനെ പോവും? ആദി, നിന്റെ മനസ്സിലെ ഇഷ്ടവും പ്രണയവും ശക്തമാണെങ്കിൽ ദേവിയുടെ അഭീഷ്ടം എന്താണോ അത് നടക്കും. ഒരു ഭയവും ഈ കാര്യത്തിൽ വേണ്ട. അതെ, അമ്മയുടെ വാക്കുകളോളം സത്യമുള്ള ഒരു വാക്കും ഈ ലോകത്തില്ല. അമ്മയുടെ വാക്കിന് വില കൽപ്പിച്ച് നീ ഈ ചടങ്ങ് പൂർത്തിയാക്കും. അല്ല, ഇങ്ങനെയൊരു ചടങ്ങുള്ള കാര്യം നമ്മള് ഇവരുടെ അച്ഛന്മാരോട് പറഞ്ഞില്ലല്ലോ. അതിന്റെ ഒന്നും ആവശ്യമില്ല പ്രിയെ. ഇതൊരു നിസ്സാര കാര്യമല്ലേ? ഗാന്ധർവ വിവാഹം നടക്കുക രഹസ്യായല്ലേ? അതുപോലെ തന്നെ ഇതും. ചേച്ചി, ഒരു നിമിഷം.
സർ ഭഗവതി, സ്വയംവരം കഴിഞ്ഞു. ദേവി ആദിത്യനെയും തുളസിയെയും ഒരുമിച്ച് ചേർത്തു.